സുഡാനിൽ നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസാണ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതായത് സ്ത്രീകളുടെ ചെലാകർമ്മം. ലോകത്തുള്ള എല്ലാ യുക്തിവാദികളും ഒരു 10,000-കണക്കിന് യൂട്യൂബ് ലൈവെങ്കിലും ചെയ്തിട്ടുണ്ട്. ഹദീസിൽ ഇതുണ്ട്, ഖുറാനിൽ ഇതുണ്ട്, തേങ്ങ ഉണ്ട്, മാങ്ങ ഉണ്ടെന്നൊക്കെ. നിങ്ങൾക്ക് അയാൻ ഹിർസി അലി എന്നൊരു യുക്തിവാദ സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു, എക്സ് മുസ്ലിം സ്ത്രീയൊക്കെ. അവരൊക്കെ എപ്പോഴും അവർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നേരിട്ട സ്ത്രീയാണ്. അവരെന്നും വന്ന് പറയും ഇസ്ലാമിൻ്റെ അതിൽ ഇങ്ങനെയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടേതാണ്, ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞു എന്താ അയാൻ ഹിർസി അലിക്ക് പൈസ കിട്ടുന്നു, അവരുടെ ബുക്കുകൾ വിറ്റ് പോകുന്നു, അവർ UK-ലും US-ലും പോയിരിക്കുന്നുള്ള സുഡാനിലും മാറ്റമൊന്നും ഉണ്ടാവുന്നു. സാലിമ ഇനിഷ്യേറ്റീവ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു എന്തുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നം നിലനിൽക്കുന്നത്. ഇവർക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ ചെലാകർമ്മം ചെയ്യുന്നത് നെസസറിലി മതം പറഞ്ഞുകൊണ്ടല്ല, ആ സമൂഹത്തിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്ന ഒരു മൂല്യ വ്യവസ്ഥ അവിടെ നിലപ്പുണ്ട്. അങ്ങനെ ഒരു സ്ത്രീകളുടെ ചെലാകർമ്മം നടക്കാത്ത സ്ത്രീകളെ ഗാൽഫ എന്ന വാക്കോടുകൂടിയാണ് അവിടെ വിളിക്കപ്പെടുന്നത്. ഗാൽഫ എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മോശമായ സ്ത്രീ, വൃത്തികെട്ട സ്ത്രീ എന്നൊക്കെയാണ്. അപ്പം അവിടെയുള്ള മനുഷ്യരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ചേലാകർമ്മം ഞാൻ നടത്തിയില്ലെങ്കിൽ എൻ്റെ മകളെ പറ്റി സമൂഹം ഇങ്ങനെ പറയുമല്ലോ, എൻ്റെ മോള് മോശമാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷം മനുഷ്യരും അവിടെ അങ്ങനെ ഒരു മൂല്യവ്യവസ്ഥ നിൽക്കുന്നുണ്ട്. സാലിമ ഇനീഷ്യേറ്റീവ് എന്ത് ചെയ്തു? ഈ മൂല്യവ്യവസ്ഥയെ ചാലഞ്ച് ചെയ്യാൻ പോയില്ല. അവർ പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചു, സാലിമ. സാലിമ എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂർണ്ണതയോടെ സൃഷ്ടിക്കപ്പെട്ടവൾ, ദൈവം പൂർണ്ണതയോടെ സൃഷ്ടിക്കപ്പെട്ടവൾ, അൺടച്ച്ഡ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാതെ ദൈവം എങ്ങനെയാണോ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ സൃഷ്ടിച്ചവൾ എന്ന ഒരു പാരലൽ മൂല്യ സിസ്റ്റം കൊണ്ടുവന്നു. എന്നിട്ട് ഇത് ഡോക്ടേഴ്സ് വഴിയും അവിടുത്തെ സെലിബ്രിറ്റി വഴിയും അവിടുത്തെ സോഷ്യൽ മീഡിയകളിലും അവിടെയും ഇവിടെയും ഒക്കെ ഇതൊരു നല്ല കാര്യം. അപ്പൊ ഇത് കാണുമ്പോൾ ആളുകൾക്ക് എൻ്റെ മോൾക്ക് സാലിമ എന്താ കുഴപ്പം, നോർമലൈസ് ചെയ്തു. അവരെന്താ ഇത്, അവർ മതഗ്രന്ഥങ്ങൾ മോശം തേങ്ങാ മാങ്ങാന്ന് പ്രഭാഷണമെല്ലാം നടത്തിയത് അവർ പാരലൽ മൂല്യവ്യവസ്ഥ കൊണ്ടുവന്നു. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഈ പല സ്ഥലങ്ങളിലും 80% നിന്നും 30% ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ കുറഞ്ഞു. അയാൻ ഹിർസിയിൽ അവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ്. അയാൻ ഹിർസിയിലേക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അയാൻ ഹിർസി ഇപ്പോൾ ക്രിസ്ത്യനായി. മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതുകൊണ്ട് മതം മാറി എന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും പറ്റി.